നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒന്നാണ്. എങ്ങനെ ഒരു 27 ഇയേഴ്സ് ഒക്കെ ഓൾഡായിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് അതുവരെ ഒരു ജീവിതത്തിലൊരു പോസിറ്റീവ് ട്വിസ്റ്റ് വന്നു തുടങ്ങിയിട്ടില്ലാത്ത ഒരു പുരുഷന് രക്ഷപ്പെടാനുള്ള വഴികളിൽ ഏതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം, എഡ്യൂക്കേഷനും ജോബും കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എൻ്റർ ചെയ്യുന്നത് കുടുംബജീവിതത്തിലേക്കാണ്, വിവാഹം. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടും ജോബ്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോബ് കിട്ടാത്ത എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിങ്ങനെ വട്ടം കറങ്ങുകയാണ്. അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അവസാനം പ്രായമൊക്കെ കൂടി വിവാഹവും നടക്കില്ല, ഫിനാൻസിനും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുമില്ല. അവിടെ എന്താണ് പോംവഴി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ വളരെ യുക്തിപരമായ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജോലി നേടിയിട്ട് മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള പിടിവാശി ഉപേക്ഷിക്കണം. സത്യത്തിൽ നിങ്ങളുടെ വിവാഹവും ജോലിയും തമ്മിൽ, വിവാഹ ജീവിതത്തിൻ്റെ വിജയവും ജോലിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ജോലിയുള്ള എത്രയോ ആളുകൾ വിവാഹം കഴിച്ചിട്ട് വൻ പരാജയമായിട്ട് കോടതി വരാന്തകൾ കയറി ഇറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ ജോലിയല്ല അവിടെ വർക്കൗട്ട് ആവേണ്ടത്. അവിടെ നമ്മൾ സാധാരണഗതിയിൽ കുലസ്ത്രീ എന്നൊക്കെ പറയും. ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അതിന് കളിയാക്കുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കുലസ്ത്രീ ലക്ഷണമുള്ള സ്ത്രീകളെ, പെൺകുട്ടിയെ ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് യോജിപ്പിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് സ്പിരിച്വൽ എനർജി വർക്കൗട്ടാവും. അതുവരെ ഡെഡായി കിടക്കുന്ന പുരുഷൻ്റെ ഉള്ളിലുള്ള സിസ്റ്റത്തെ ഈ പെൺകുട്ടിയുടെ സ്പിരിച്വൽ പവർ മോട്ടിവേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്ന സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. വിവാഹം എന്നുള്ളത് മാത്രമല്ല കേട്ടോ, പ്രണയം, ഈ എനർജി പാസിംഗ് ആണ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുകയാണ്, രണ്ട് എനർജി ഒന്നിക്കുകയാണ്. അങ്ങനെ ഒന്നിച്ചതിന് ശേഷം അത് സാധാരണഗതിയിൽ വിവാഹമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒന്നിച്ചതിന് ശേഷം വലിയ നിലയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായ എത്രയോ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഇതിനൊരു മറുവശമുണ്ട്. ചില സ്ത്രീകളിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് എനർജി, അതുവരെ വിജയിച്ചു കൊണ്ടിരുന്ന പുരുഷൻ്റെ എല്ലാവിധ ഉയർച്ചകളെയും തകർത്തു കളഞ്ഞതായിരിക്കുന്ന ഉദാഹരണങ്ങളും എനിക്ക് പരിചയമുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഭാഗ്യമുള്ള ഒരു സ്ത്രീയുടെ ജാതകമല്ല, രണ്ട് എനർജി ഒരു പുരുഷനിലേക്ക് കടന്നു വന്നാൽ പുരുഷൻ്റെ ഉള്ളിലുള്ള സിസ്റ്റങ്ങൾ ഓട്ടോമാറ്റിക്കലി വർക്കൗട്ടാവും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നേരെ മറിച്ച് അത് വിപരീതമായാൽ ജീവിതം ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും. അവിടെ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് പ്രണയവിവാഹമാണ്. എന്നിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് വിവാഹം കഴിക്കുകയാണ്.
മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ജാതകങ്ങൾ തമ്മിൽ കൃത്യമായി യോജിപ്പിക്കുമായിരുന്നു. സൗന്ദര്യം രണ്ടാമത്തെ ഘടകം മാത്രമായിരുന്നു. സാമ്പത്തിക സുസ്ഥിരതയും കഴിവുമായിരുന്നു ഒന്നാമത്തെ ഘടകം. സൗന്ദര്യം രണ്ടാമത്തെ ഘടകം മാത്രമായിരുന്നു. ഇപ്പോൾ സൗന്ദര്യമാണ് ഒന്നാമത്തെ ഘടകം. അവിടെയാണ് നമുക്ക് പ്രതിസന്ധി വരുന്നത്. പണ്ടുള്ളവർ നീതിസാരത്ത് പറഞ്ഞിട്ടുണ്ട്, ശ്രുതമിച്ഛന്തി പിതാരോ ധനമിച്ഛന്തി മാതരഃ കുലമിച്ഛന്തി ബാന്ധവാഃ രൂപമിച്ഛന്തി കന്യകാഃ. അച്ഛൻ വിദ്യാഭ്യാസമുള്ള പയ്യനെയാണ് മകൾക്ക് വേണ്ടി എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ധനമിച്ഛന്തി മാതരഃ, അമ്മ ഫിനാൻഷ്യൽ സേഫ്റ്റിയുള്ള കുടുംബങ്ങളെയാണ് അമ്മ ഇഷ്ടപ്പെടുന്നത്. കുലമിച്ഛന്തി ബാന്ധവാഃ, ബന്ധുക്കൾ ആഗ്രഹിക്കുന്നത് നല്ല തറവാടിത്തമുള്ള ആളുകളെയാണ്. രൂപമിച്ഛന്തി കന്യകാഃ, കന്യകയ്ക്ക് വേണ്ടത് പുരുഷൻ്റെ രൂപസൗന്ദര്യമാണ്. തിരിച്ചും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സംശയം വേണ്ട. എന്നാൽ സയൻറ്റിഫിക്കൽ സൈഡ് അതല്ല. ഈ ഇൻറ്റേർണൽ എനർജിയിൽ, പുരുഷൻ്റെയും സ്ത്രീയുടെയും ഉള്ളിലുള്ള ഇൻറ്റേർണൽ എനർജിയെ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിലൂടെ യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് കുറിപ്പ് നോക്കൽ. അത് മികച്ച ഒരു ആസ്ട്രോളജർക്ക് സാധിക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ ഒരു സാമാന്യ പ്രശ്നമുള്ളത്, കൃത്യമായ ജനനസമയം, കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. പിന്നെ നമ്മൾ വിധിയെ ആശ്രയിക്കുക മാത്രമേ ഉള്ളൂ. എന്നാൽ അവിടെ നമുക്ക് ഇപ്പോൾ 2 വ്യക്തികൾ നമുക്ക് കുറിപ്പ് നോക്കാൻ വേണ്ടി ഒരു ജ്യോത്സ്യരെടുത്ത് കൊണ്ടുവന്നു. ഈ കുറിപ്പ് ഒറിജിനലാണോ എന്നറിയാൻ ഒരു മാർഗ്ഗവുമില്ല. കൊടുത്ത കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യോജിപ്പിക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും തട്ടിപ്പുകളുണ്ട്. അവിടെ നിമിത്തങ്ങളെ ആശ്രയിക്കണം. കുറിപ്പ് കൊണ്ടുവരുന്ന സമയത്ത് പ്രകൃതിയിലുണ്ടാകുന്ന, ജ്യോത്സ്യന് പ്രകൃതി കൊടുക്കുന്ന നിമിത്തങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തി യെസ് ഓർ നോ പറയാൻ സാധിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 എനർജികൾ ഒന്നാവുന്ന വിവാഹം എന്ന സങ്കല്പം, ആ സങ്കല്പത്തിൽ പുരുഷന് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന് ഹൈ പോസിറ്റിവിറ്റി, 2 നെഗറ്റിവിറ്റി. ഈ യോജിപ്പിക്കൽ പ്രക്രിയ ആണ് ഏറ്റവും പരമപ്രധാനമായ സംഗതി. മറ്റൊന്ന്, ഇതൊക്കെ നമ്മുടെ വിധിക്കനുസരിച്ചാണ് വന്നു ചേരുന്നത് എന്നുകൂടിയുണ്ട്. എങ്കിലും സാമാന്യേന ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് വിവാഹത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ പോസിറ്റിവിറ്റി, സ്ത്രീകളുടെ ജാതകത്തിലുള്ള പോസിറ്റിവിറ്റിയെ സംബന്ധിച്ച് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ നോക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല കേട്ടോ. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നും നിർബന്ധമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നുള്ള 2 അവസ്ഥയ്ക്ക് വ്യത്യാസം വരില്ല.